ശ്രീ വത്സൻ തില്ലങ്കേരി, മലേഗാവ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ വരുന്നുണ്ട്. അതായത് RSS സർസംഘചാലകനെ കുടുക്കാനുള്ള ഗൂഢാലോചന നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നവരെല്ലാം കോടതി കുറ്റമുക്തരാക്കിയത് യാതൊരു തെളിവുമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ്. എന്നാൽ മോഹൻ ഭാഗവതിനെയും അറസ്റ്റ് ചെയ്യാനുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു. അങ്ങനെ RSSനെ ഒന്നടങ്കം പ്രതിക്കൂട്ടിലാക്കുക എന്നൊരു ലക്ഷ്യം അന്നത്തെ UPS സർക്കാരിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മഹാരാഷ്ട്ര ATS മുൻ ഉദ്യോഗസ്ഥനാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഈ വിഷയത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു? നമസ്കാരം. മനസ്സിലാക്കുന്നത് ശ്രീ മെഹബൂബ് മുജാവർ എന്ന് പറഞ്ഞ ഒരു ATSന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നതാണ്. സത്യത്തില് ആ കാലഘട്ടത്തിൽ UPS സർക്കാർ ഭരിക്കുന്ന സമയത്ത് വളരെ വ്യാപകമായി അതിന് തൊട്ടുമുമ്പ് എല്ലാം നമ്മുടെ രാജ്യത്ത് ഭീകരവാദികൾ നിരന്തരമായി സ്ഫോടനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. സ്ഫോടന പരമ്പരകൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾ രാജ്യവ്യാപകമായി നടത്തുന്ന ആ ഒരു സ്ഫോടന പരമ്പരകൾക്കെതിരായി അതിശക്തമായ ഒരു ജനവികാരം ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് UPS സർക്കാർ അധികാരത്തിൽ വരുന്നത്. UPS സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് തുറന്നു. നേരത്തെ BJP ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് അതിശക്തമായ നടപടികളിലൂടെ ഇത് അടിച്ചമർത്താൻ സാധിച്ചു. പക്ഷേ UPS സർക്കാർ വന്നതിന് ശേഷം വീണ്ടും ബോംബ് സ്ഫോടന പരമ്പരകളുണ്ടായി. അപ്പൊ ആ സന്ദർഭത്തിലാണ് ഇസ്ലാമിക ഭീകരന്മാരെ വെള്ളപൂശുന്നതിന് വേണ്ടിയും അവരെ കുറ്റവിമുക്തരാക്കുന്നതിന് വേണ്ടിയും ഒറ്റപ്പെട്ട ഈ ഭീകരന്മാരെ ജനസമൂഹത്തിൽ മാന്യവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രശ്നം വഴിതിരിച്ചിടാൻ വേണ്ടി വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അന്നത്തെ സർക്കാരിനുള്ള അവർ നൽകുന്ന പിന്തുണയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സ്വയം പ്രഖ്യാപിത മതേതര രാഷ്ട്രീയ പാർട്ടികളെ വിലക്കെടുത്തുകൊണ്ട് അതിന്റെ നേതാക്കളിൽ ചിലരെ വിലക്കെടുത്തുകൊണ്ടാണ് ഈ ഗൂഢാലോചന നടന്നത് എന്നത് ആ സമയത്ത് തന്നെ ആരോപിക്കപ്പെട്ട ഒരു കാര്യമാണ്. എന്തായിരുന്നു അതിന് കണ്ടെത്തിയ ഒരു കാര്യം? ഇവിടെ നടത്തിയ ചില സ്ഫോടനങ്ങൾ, ആ സ്ഫോടനങ്ങൾ ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾ നടത്തിയ ചില സ്ഫോടനങ്ങൾ അത് ഹിന്ദു പ്രസ്ഥാനങ്ങൾ നടത്തിയതാണ് എന്ന നിലയിൽ വളരെ വ്യാപകമായ ഒരു നരേറ്റീവ് പ്രചരിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ കാവ്യ ഭീകരത എന്ന ഒരു പ്രയോഗം തന്നെ കൊണ്ടുവരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില ഹിന്ദു നേതാക്കളെ, അതുപോലെ തന്നെ പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെ പോലെയുള്ള ചില ഹിന്ദു നേതാക്കളെയൊക്കെ ഈ കേസിൽ ഉൾപ്പെടുത്താനുള്ള പരിശ്രമം നടത്തി. ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ഇതിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമം ആ സമയത്ത് നടന്നിരുന്നു. അതിന്റെ ഏറ്റവും പരമോന്നതരായ പല സംഘത്തിന്റെ മുതിർന്ന അധികാരിമാരെയും ഈ കേസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടന്നിരുന്നു. അപ്പൊ സ്വാഭാവികമായും അന്നത്തെ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് വൈദേശിക ശക്തികൾക്ക് വേണ്ടിയുള്ള ഒരു അഞ്ചാം പത്തി പണിയായിട്ട് ഭീകരന്മാരെ വെള്ളപൂശുന്നതിന് വേണ്ടി ഈ രാഷ്ട്രത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെയും അതിന്റെ നേതാക്കന്മാരെയും അവരും ഭീകരന്മാരാണ്, അല്ലെങ്കിൽ ഭീകര സംഘടനകളാണ്, ഒരു ഭാഗം മാത്രമല്ല ഭീകരത ചെയ്യുന്നത്, മറ്റൊരു കൂട്ടരും ഭീകരത ചെയ്യുന്നുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് അവർ നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പരമപൂജന സർസംഘചാലകനെ വരെ അവരെ ഉന്നവിട്ടിരുന്നു എന്നതൊക്കെ ആ സമയത്ത് വെളിപ്പെട്ട കാര്യമാണ്. ഏതായാലും അന്ന് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സമ്മർദ്ദം തനിക്ക് മേലെ ഉണ്ടായിരുന്നു. ഈ നിലയിലുള്ള അന്വേഷണം വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട്, നിരപരാധികളായ ആളുകളെ കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും സമുന്നതരായ നേതാക്കളെ കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നേരെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുകയാണ്. അത് ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന് ഉണ്ടായിരുന്നതാണ്. ഉയർന്ന തലത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്റെ സമ്മർദ്ദം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് സ്വാഭാവികമായും ഭരണ നേതൃത്വത്തിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം തന്നെയാണെന്ന് വ്യക്തമാണ്. അതായത് തെളിവുകളില്ലാതെ, അതുപോലെ തന്നെ മൊഴികളില്ലാതെ, മറ്റു യാതൊരു തരത്തിലുള്ള സാഹചര്യവും ഇല്ലാതെ ഏകപക്ഷീയമായി ബോധപൂർവം കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഈ ഭീകര പ്രസ്ഥാനങ്ങൾ, സംഘപരിവാർ ഭീകരത, ഹിന്ദുത്വ ഭീകരത, അതുപോലുള്ള വാക്കുകൾ, കാവ്യ ഭീകരത എന്നൊക്കെയുള്ള വാക്കുകളിലൂടെ പ്രയോഗിക്കുന്നത്. കാവ്യ എന്ന് പറയുന്നത് ഈ നാടിന്റെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും വിശ്വാസ പ്രമാണത്തിന്റെയും പ്രതീകമാണ് കാവ്യ എന്ന് പറയുന്നത്. നമ്മുടെ ആധ്യാത്മിക പാരമ്പര്യത്തിന്റെ പ്രതീകമാണ്. അങ്ങനെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന, സർവേവി സുഖിന സന്തു എന്ന് പറയുന്ന ഏറ്റവും മൂല്യവത്തായ മഹത്തായ ഒരു സാംസ്കാരിക പൈതൃകത്തെ ഭീകരതയുമായി കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടുള്ള വളരെ നിഗൂഢമായ നികൃഷ്ടമായ ഒരു പരിശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന് അരുനിൽക്കുന്ന, അതിന് പിന്തുണ കൊടുക്കുന്ന ഒരു സമീപമാണ് ഭരണകക്ഷി ഉണ്ടായത്. അന്ന് ഭരിച്ചിരുന്ന മൻമോഹൻ സിംഗ്, അദ്ദേഹം ഒരു പാവ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
UP അധ്യക്ഷയെ പോലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അന്ന് അവർ രൂപീകരിച്ചിരുന്ന ദേശീയ തലത്തിൽ രൂപീകരിച്ചിരുന്ന ഒരു സമിതിയൊക്കെ ഉണ്ട്. ആ സമിതിയിലൊക്കെ 100% രാഷ്ട്രവിരുദ്ധന്മാരെ കൊണ്ട് നിറച്ചിരുന്നു. ഞാൻ അവരുടെ ചില പേരുകളൊന്നും ഇപ്പൊ പറയുന്നില്ല. പക്ഷെ അത്തരം ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ നിലയിലുള്ള ഒരു വഴിതിരിച്ചുവിടൽ കേസന്വേഷണങ്ങളിൽ അന്ന് നടത്തിയത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മലേഗാവ് കേസ് പോലുള്ള കേസുകളിൽ ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ ആ കേസിൽ ഉൾപ്പെടുത്തിയത്. പ്രജ്ഞാ സിംഗ് ഠാക്കൂർ തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി. നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു അവരെ എത്ര ക്രൂരമായാണ് പോലീസ് ഭീകരത ഇരയാക്കിയത് എന്നുള്ളത്. ഇത്ര മാരകമായ ടോർച്ചറിംഗ് ആണ് അവർക്കെതിരായിട്ടൊക്കെ നടത്തിയതെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്രയോ ദിവസങ്ങളിൽ ഉറങ്ങാൻ സമ്മതിക്കാതെ അവരെ ചില ആളുകളെ കുറിച്ച് പറയാൻ വേണ്ടി, ചില ആളുകളുടെ പേര് പറയാൻ വേണ്ടി ഒക്കെ അവരെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നുള്ളതും അവരെ പീഡിപ്പിച്ചിരുന്നു എന്നൊക്കെ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ടായി. പക്ഷെ എന്നിട്ടും അവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ കിട്ടിയില്ല എന്നുള്ളതാണ്. കാരണം ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കളവ് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ഏതായാലും ഇപ്പോൾ സത്യം സത്യം ഏതെങ്കിലും ഒരു കാലത്ത് സത്യം പുറത്തു വരും, ധർമ്മം വിജയിക്കും, ആത്യന്തികമായ വിജയം ധർമ്മത്തിനായിരിക്കും എന്ന ഒരു കാര്യം ഇപ്പോൾ ഇവിടെ സാർത്ഥകമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ആ കോടതി വിധി ഉണ്ടായിരുന്നത്. നീതി വിജയിച്ചു. നീതി ദേവത ആ ധർമ്മത്തിന് സംരക്ഷണം നൽകി, സത്യത്തിന് സംരക്ഷണം നൽകി. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇതുപോലുള്ള വെളിപ്പെടുത്തൽ വരുന്നത്. വെളിപ്പെടുത്തൽ ഇവിടെ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയും വളരെ പ്രക്ഷുബ്ധമായ, അതുപോലെ തന്നെ ഈ നിലയിലുള്ള ആ കാലഘട്ടത്തിൽ നടന്ന ഗൂഢാലോചനയുടെ മറ്റു വിശദാംശങ്ങൾ കൂടി പുറത്തു വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.